നടി ആക്രമിക്കപ്പെട്ട കേസിലെ യഥാർത്ഥ പ്രതി ശിക്ഷിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കോടതി വിധിയെ നമുക്ക് നിശ്ചിതമായി വിമർശിക്കുകയും ചെയ്യാം. എന്നാൽ ഇപ്പോൾ വ്യാപകമായി നടക്കുന്ന വൈകാരിക പ്രതിഷേധം, അതും വിധി സ്വീകാര്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട്, അത് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യുന്നതാണ്. വെറും പൈങ്കിളി വികാരങ്ങളെ മാത്രം തൃപ്തിപ്പെടുത്താനേ അത് സഹായമാവുകയുള്ളൂ. മാത്രവുമല്ല, ഒരു ജനാധിപത്യ സംവിധാനത്തിലെ ഏറ്റവും ശക്തമായൊരു ആയുധമാണ് പ്രതിഷേധം എന്ന് പറഞ്ഞത്. അതിൻ്റെ വിലയില്ലായ്മ ഇപ്പം തന്നെ വിലയില്ലാത്തൊരവസ്ഥയുണ്ട്. അത് കൂടുതൽ വിലയില്ലാത്തൊരവസ്ഥയിലേക്ക് ഈ പ്രതിഷേധത്തെ കൊണ്ടുപോവുകയും കോടതി സംവിധാനത്തിലുള്ള വിശ്വാസ്യതയെ ഇല്ലായ്മ ചെയ്യുന്നതിനും മാത്രമേ അത് സഹായിക്കുകയുള്ളൂ. മുൻപ് ഹൈക്കോടതി ഉന്നയിച്ച ഒരു പ്രസക്തമായ ചോദ്യമുണ്ട്. ഡ്രൈവർ മാത്രമായ പൾസർ സുനിക്ക് കേസുകൾ നടത്താൻ ഇത്രയധികം പണം എവിടെ നിന്ന് കിട്ടുന്നു? ഹൈക്കോടതിയിൽ 10 കേസുകളും അതിനു പുറമെ സുപ്രീം കോടതിയിലും കേസ് നടത്തുന്നതിനായി പൾസർ സുനി തീർച്ചയായും ദശലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചിട്ടുണ്ട്. ഇതിൻ്റെ സ്രോതസ് കണ്ടെത്തി കഴിഞ്ഞാൽ ഈ കേസിലെ യഥാർത്ഥ പ്രതി, അതല്ലെങ്കിൽ പൾസർ സുനിക്ക് കൊട്ടേഷൻ കൊടുത്തത് ആര് എന്ന് കണ്ടെത്താൻ അനായാസം സാധിക്കും. ഇത് നമ്മുടെ നാട്ടിലെ പോലീസിനോ എന്തിന് ED വിചാരിച്ചാൽ പോലും ഈ കൊട്ടേഷൻ കൊടുത്ത ആളെ നിഷ്പ്രയാസം കണ്ടെത്താൻ കഴിയും.